ചേച്ചി കമേഴ്ഷ്യൽ മേഖലയിൽ കുറെ കൂടെ ആക്റ്റീവായിട്ട് നിന്നിരുന്നപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ കൂടുതലും പുരുഷ സാന്നിധ്യമാണുള്ളത്, എസ്പെഷ്യലി ബിഹൈൻഡ് ദ ക്യാമറ. അവിടെ വന്നിരുന്ന ആദ്യത്തെ സ്ത്രീ സഹസംവിധായിക, പിന്നീട് സ്ത്രീ സംവിധായക, ഈ ഒരു യാത്രയിൽ എപ്പോഴും തോന്നിയിട്ടുണ്ടോ കൂടുതൽ സ്ത്രീകൾ ഇവിടെ വരികയാണെങ്കിൽ ചില പ്രാക്ടീസസ് കറക്റ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളത്? എനിക്കത് എൻ്റെ സ്വന്തം സിനിമ വന്നപ്പോഴത്തേനും എനിക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടർ നമുക്ക് ഒരുപാട് പേരൊന്നും ചിലപ്പോൾ ആ സമയത്ത് പറ്റത്തില്ല, പക്ഷെ ഒരാൾ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ അവിടെ ഏത് സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോഴും എനിക്കെപ്പോഴും ഞാൻ എന്ത് റോളാണ് ഇപ്പോൾ ഒരുപാട് കുറേ ദിവസങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആവും. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം, പേഴ്സണൽ പ്രശ്നം ഉണ്ടാകുമ്പം ഇതും കൊണ്ട് പലപ്പോഴും നമ്മുടെ അടുത്തേക്കായിരിക്കും പറയാനായിട്ട് വരിക. മിക്ക ആൾക്കാരും അതിനകത്ത് ഒരു ജെൻഡർ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അത് അപ്പം അങ്ങനെ എന്തോ ഒരു ഫാക്ടർ അവിടെ നമ്മളില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷെ ഉണ്ടാവുന്ന ഒരു സമയത്ത് അവിടെ അങ്ങനെ എന്തോ ഒരു ഇമോഷണൽ ബാലൻസിങ്ങോ അല്ലെങ്കിൽ എന്തോ ഒരു സാധനം അവിടെ ഫില്ലിനായി പോകുന്നുണ്ട് എന്നുള്ളത് കാണാറുണ്ട്. ഇത് പ്രൊഫഷണൽ സ്പേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ വളരെ ഇതായിട്ട് പറയുകയാണെങ്കിൽ അതൊന്നുമില്ല. പക്ഷെ നമ്മൾ അവിടെ അങ്ങനെ ഒരാൾ, അപ്പം ആദ്യമൊന്നും നമ്മൾ വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നും അപ്പുറം കുറേ കഴിയുമ്പോഴത്തേനും അയ്യോ അയാൾ വന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ആവുന്നില്ല എന്നൊരു ഫീലിംഗ് അവർ തന്നെ തോന്നുന്നുണ്ട്. അത് ഒരാൾക്ക് അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ടാക്കാമെങ്കിൽ കുറച്ച് കൂടുതൽ പേർക്ക് അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കും. പിന്നെ ഈ പറയുന്ന പോലെ ഓൾ വിമൻ ക്രൂ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, അവരെന്തുമാതിരി എൻജോയ് ചെയ്തിട്ടാണ് ജോലി ചെയ്യുന്നത്. നമ്മളതിനകത്ത് ഒരു ഓഡ് പേഴ്സൺ ഔട്ടായിട്ട് നിൽക്കുന്നത്, തിരിച്ചു വേണമെന്ന് തോന്നാത്ത ഒരു മനുഷ്യർ പോലും ലോകത്തുണ്ടാവില്ല. ഒരു ഓഡ് പേഴ്സൺ ഔട്ടായിട്ട് നമ്മളിങ്ങനെ മാറി നിൽക്കുകയും കുറെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാർ മാത്രം വന്ന് നമ്മളിങ്ങനെ പടം ചെയ്തു എന്ന് പറയുന്ന ഒരു ഡ്രീം എന്താ പറയാ കിട്ടിയ ആൾക്കാരാണ്, റിയലൈസ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ നമ്മളാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ല രസമല്ലേ എന്നുള്ളൊരു തോന്നൽ എല്ലാവരും ഉള്ളിലും അത് ഈ പറയുന്ന പോലെ എക്സ്ക്ലൂഷൻ കൊണ്ട് തോന്നുന്നതാണ്. അത്രയധികം നമ്മൾ ഈ പല സ്ഥലങ്ങളിലും എക്സ്ക്ലൂഷൻ ഫീൽ ചെയ്യുമ്പോൾ തിരിച്ച് അതിൻ്റെ ഒരു ഫുൾനെസ് വേണമെന്ന് ഉള്ള തോന്നലിന് നമുക്ക് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആഗ്രഹം മാത്രമാണ്. ദുന്ദു കുറെ കൂടെ എനിക്ക് തോന്നുന്നു, ദുന്ദു വർക്ക് ചെയ്ത ഇപ്പോൾ ലേറ്റസ്റ്റ് ലില്ലി എന്നുള്ള സിനിമയിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ കൂടുതൽ ഉണ്ടായിരുന്ന ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ആയിരുന്നു. ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? ലില്ലിയിൽ കൂടുതൽ സ്ത്രീകളുണ്ടാവില്ല, ബട്ട് നമ്മൾ വർക്ക് ചെയ്ത അക്രോസ് ദി ഓഷൻ അതിനകത്ത് ഒരു 70% ഫീമെയിൽസ് ആയിരുന്നു. ആൻഡ് ബാക്കി എല്ലാ ഹെഡും HODs എല്ലാവരും ഫീമെയിൽസ് ആയിരുന്നല്ലോ. സോ അപ്പോൾ അത് കാരണം അവിടെ നമ്മുടെ അഭിപ്രായം പറയുമ്പോഴാണെങ്കിലും നമുക്ക് അതിനകത്ത് കുറച്ചുകൂടി ആക്സെപ്റ്റൻസ് കൂടുതലുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അവിടെ ആസ് യു സെഡ് ഒരു വല്ലാത്തൊരു വൺനെസ് ഒരു ഫീൽ ഉണ്ടായിരുന്നു എപ്പോഴും. എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള അസിസ്റ്റൻസ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കായിരിക്കണം തോന്നിയിട്ടുണ്ട് അയ്യോ ഞങ്ങൾ ഓഡ് വൺ ഔട്ടാണല്ലോ എന്നുള്ളൊരു സാധനം. ബട്ട് അവിടെ കുറച്ചുകൂടി ഒരു ആൻഡ് മാത്രമല്ല അവർ പരസ്പരം ആക്സെപ്റ്റ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയും അത് ഇഗ്നോർ ചെയ്യില്ല, മറിച്ച് അത് ഓക്കെ ശരി അങ്ങനെ ആയാൽ കൊള്ളാം എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ടാവും. ആൻഡ് അവിടെ ഒരു വേറെ തന്നെ ഒരു വൈബാണ്. ഒന്നാമത് ഇപ്പം ആസ് മാം സെഡ് ഒരു ഓൾ വുമൻ ക്രൂ അല്ല, ഈക്വൽ എമൗണ്ട് ആണെങ്കിലാണ് അവിടെ എനിക്ക് തോന്നുന്നു ആ ഒരു, കാരണം ചില കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചും കൂടി പുരുഷന്മാർക്കായിരിക്കും. ഇപ്പോൾ എന്താണ് ക്യാമറ സൈഡിലായിരിക്കും കൂടുതൽ പുരുഷന്മാരുടെ ആവശ്യമുണ്ട്. അതേപോലെ ആർട്ടിലാണെങ്കിലും കുറച്ച് ഫിസിക്കലി കുറച്ചധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സമയത്ത് അവിടെ പുരുഷന്മാരുടെ സാന്നിധ്യം ആവശ്യമാണ്, അല്ലാന്നല്ല. പക്ഷേ അവിടെ ഈക്വലി ഇപ്പം ലില്ലിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ 3 പേരാണ്, 4 പേര് മാക്സിമം ആയിരുന്നു. ഒരു AD, ഞാൻ, പിന്നെ സംയുക്ത. ബാക്കി എല്ലാവരും ഞങ്ങളുടെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട് ഇനീഷ്യലി ഞങ്ങൾക്ക് കുറച്ചധികം കഷ്ടപ്പാടാണ്. ബിക്കോസ് അത് അകത്തോട്ടുള്ള ഒരു സ്ഥലത്ത് അവിടെ ഒരു ഫെസിലിറ്റി ഇല്ല, ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ പോകേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്പെഷ്യലി ഇപ്പം നമുക്ക് ഈ ടോയ്ലറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ അത് അവിടെ ഉണ്ടായിരിക്കണം. ഓരോ സെറ്റിലും അത് മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവരാം അവർക്ക്. പക്ഷെ അത് ചെയ്തില്ല ഇവർക്ക്, കാരണം അവർക്ക് എവിടെയെങ്കിലും പോയി അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ.